ഓയോ റൂം. ഓയോ റൂം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് തന്നെ, അതായത് അവിവാഹിതരായിട്ടുള്ള ആളുകളൊക്കെ പോയി റൂം എടുക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മളുടെയൊക്കെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് എത്തുന്നത്. പക്ഷേ ഓയോയിൽ എല്ലാവർക്കും റൂം എടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ഭൂരിഭാഗവും ഈ ലിവിങ് ടുഗദർ കപ്പിൾസും അതുപോലെ തന്നെ പ്രണയിതാക്കളും ഒക്കെയാണ് പോയിട്ട് റൂം എടുക്കാറുള്ളത്. അവരോട് കല്യാണ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കാറില്ല. ഇപ്പോൾ അല്ലെങ്കിലും ഏത് റൂംസിലും അങ്ങനെയൊന്നും ചോദിക്കാറില്ല. എങ്കിലും ഓയോ കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷേ ഓയോ പെട്ടെന്ന് ഈ അവിവാഹിതരായ ആളുകൾക്ക് ഈ റൂം ഇനി കൊടുക്കുന്നില്ല, ഓയോ ബുക്കിംഗ് കൊടുക്കുന്നില്ല എന്നൊരു പോളിസിയിൽ മാറ്റം വരുത്തി. അതെന്തുകൊണ്ടാണ് ഓയോ അത്തരത്തിലൊരു പോളിസിയിൽ മാറ്റം വരുത്തിയെന്നൊരു ചോദ്യമുണ്ട്. കാരണം ഓയോ ഹിറ്റായത് തന്നെ എന്താണ്, ഈ തരത്തിൽ അവിവാഹിതരായ ആളുകൾക്ക് റൂം കുറച്ചുകൂടെ സൗകര്യപ്രദമായ ചിലവ് കുറഞ്ഞ രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ ഇതിൽ മാറ്റം വരുത്തിയത് വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കാര്യം? ഈ ഓയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ഇപ്പം നെറ്റി ചുളിച്ചു തുടങ്ങും. വേറെ വാർത്തകളൊന്നും കിട്ടിയില്ലേ, കമ്പി കഥകളുമായി രാവിലെ ഇറങ്ങിയെന്ന് ചോദിച്ചു ഇതിന്റെ താഴെ നമുക്ക് കമന്റുകളൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇത്. അത് ഈ പറയുന്നവർ തന്നെ പലപ്പോഴും ഈ ഓയോ റൂമുകളിൽ പോയവരുമായിരിക്കാം. ഈ എന്താ പറയുക, നേരം വെളുക്കുമ്പോൾ പലരും സദാചാരക്കാരാകുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇടുന്നത്. ഇപ്പോ ഈ നമ്മൾ ഈ കളിക്ക് പല പ്രണയിതാക്കളെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാണും, നമ്മൾ ചോദിക്കുമല്ലോ ഓയോയിലൊക്കെ പോയോ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അതൊരു ഓയോ എന്ന് പറയുന്നത് ഈ കാമുകനും കാമുകിക്കും അല്ലെങ്കിൽ അവിവാഹിതരായവർക്ക് ഇനി വിവാഹം കഴിച്ചവരാണെങ്കിൽ അവിഹിത ബന്ധത്തിന് പോകാൻ പറ്റുന്ന ഒരു ഇടമാണ് ഓയോ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. അങ്ങനെയല്ല. ഓയോ ആർക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് വേണമെങ്കിലും പോയി നമുക്കൊരു സ്ഥലത്ത് ഒരു പിന്നെ എന്താ പറയുക, ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓയോ റൂം ബുക്ക് ചെയ്തിട്ട് പോവാം. ഓയോയിൽ ഈ അവിഹിതമായ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് മാത്രം പോകേണ്ട ഒരു സ്ഥലമാണ് ഓയോ എന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓയോ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അവർ പറയുന്നത് വിവാഹിതരായിട്ടുള്ള ആളുകൾ മാത്രം ഇനി ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നാൽ മതി, അല്ലാത്തവർ വരണ്ട. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇന്ത്യയിൽ കോടതികൾ തന്നെ പറയുന്നുണ്ട് ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധം അനുവദനീയമാണ്, അതിൽ തെറ്റില്ല. ഒരു സ്ത്രീക്കും പുരുഷനും സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാമെന്ന് കോടതി ഉറപ്പ് നൽകുന്നിടത്ത്, കോടതി ഒരു തീരുമാനം നൽകുന്നിടത്ത് ഓയോയെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പുതിയ നടപടിയെക്കുറിച്ച് അവർ പറയുന്നത് പല സ്ഥലങ്ങളിലും അവരുടെ റൂമുകളുണ്ട്. ഈ റൂമിൻ്റെ അടുത്തൊക്കെയുള്ള നാട്ടുകാർ കുറേ കാലം കൊണ്ട് ഇവരോട് ഇത്തരത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ളവർ ഇവിടെ വരുന്നുണ്ട്, അത് ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഓയോ റൂമുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് കൊലപാതകങ്ങൾ, മരണങ്ങളൊക്കെ, ഇപ്പം കൊലപാതകം പാർത്ത് നേരത്തെ ഞാനത് പറഞ്ഞപ്പോൾ ചോദിച്ചതുപോലെ അത് കേന്ദ്രീകരിച്ച് മാത്രമാണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അത്തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ ഈ എന്താ പറയുക, ഈ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ ഇതോ ഒന്നും അവിടെ നൽകണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ ചില പിന്നെ നടപടിക്രമമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതൊക്കെ ഇവരുടെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ നിയമത്തിലേക്ക് വന്നത്. ഇനി പുതിയ നിയമം ഓയോയിൽ പോകുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്. അതിപ്പോൾ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്, റൂം എടുക്കാൻ ഓയോയിലേക്ക് പോകുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് പുതിയ നിയമം എന്താണ് എന്ന് പറയാം. ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഓയോ റൂമാണ് പലപ്പോഴും സുഹൃത്തുക്കളും പങ്കാളികളുമായി യാത്ര പോകുമ്പോൾ തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ ഇനി പുതിയ നിയമപ്രകാരം അവിവാഹിതരായ ദമ്പതികൾക്ക് ഓയോയിലൂടെ മുറിയെടുക്കാൻ സാധിക്കില്ല എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. പാർട്ട്ണർ ഹോട്ടലുകൾക്ക് വേണ്ടി അവതരിപ്പിച്ച പുതിയ ചെക്ക് ഇൻ നയങ്ങളിലാണ് ഓയോ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പുതിയ നയം അനുസരിച്ച് ഓയോയുടെ പാർട്ട്ണർ ഹോട്ടലുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പങ്കാളികളായി എത്തുന്നവർ അവിവാഹിതരാണെങ്കിൽ അവർക്ക് പ്രവേശനം നിഷേധിക്കുവാനുള്ള അനുവാദം ഉണ്ട്. റൂം എടുക്കാനായി വരുന്ന ദമ്പതികൾ ഹോട്ടലുകാർ ആവശ്യപ്പെട്ടാൽ അവരുടെ ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ, അതായത് വിവാഹ സർട്ടിഫിക്കറ്റ്, ചെക്ക് ഇൻ സമയത്ത് ഹാജരാക്കണം. ഇല്ലെങ്കിൽ ദമ്പതികൾക്ക് ബുക്കിംഗ് നിരസിക്കാനുള്ള അധികാരം ഈ ഓയോയുമായി പാർട്ട്ണർ ചേർന്ന ഹോട്ടലുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഓയോ അറിയിച്ചിരിക്കുന്നത്. ഓരോ പ്രദേശത്തെയും സാമൂഹികമായ അവസ്ഥയെ മാനിച്ചായിരിക്കും ഈ നിയമം നടപ്പിലാക്കുക. വിവാഹിതർക്ക് മാത്രം നൽകുന്ന ഹോട്ടലുകളിൽ ദമ്പതികൾ ബന്ധം തെളിയിക്കുന്ന രേഖ കാണിക്കേണ്ടതുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് നടത്തുകയാണെങ്കിലും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിലെ മീററ്റിലെ പാർട്ട്ണർ ഹോട്ടലുകാരോട് പുതിയ നയം നടപ്പിലാക്കാൻ ഓയോ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
നയമാറ്റത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളെ കണക്കിലെടുത്തായിരിക്കും ഈ നയം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാൻ തീരുമാനമുണ്ടാവുക. ഇതാണ് പുതിയ നയം. ഇനി വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാൾക്കും ഓയോയുമായി ബന്ധപ്പെട്ട പാർട്ട്ണർ ഹോട്ടലുകളിൽ ചെല്ലാൻ കഴിയില്ല. അതായത് അവിവാഹിതർ ഇനി അങ്ങോട്ടേക്ക് പോണ്ട. ഇനി ഇതിനവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓയോ ഹോട്ടലുകളിൽ അവിവാഹിതരായ ദമ്പതികൾക്ക് മുറി അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച് സമീപവാസികൾ അഭ്യർത്ഥിക്കുകയും ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മീററ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിവിധ സാമൂഹിക സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓയോ ഇത്തരമൊരു നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതായത് നാട്ടുകാർ പറയുന്നത് കേട്ടു എന്നുള്ളതാണ്. പുതിയ നയം കൊണ്ടുവന്നതിൽ ഓയോ നോർത്ത് ഇന്ത്യയുടെ റീജിയണൽ ഹെഡ് പവാസ് ശർമ്മ പറയുന്നത്, സുരക്ഷയും ഉത്തരവാദിത്വമുള്ള രീതിയിൽ കൊണ്ടുവരാൻ ഓയോ പ്രതിജ്ഞാബദ്ധരാണ്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പുതിയ നിയമം തുടർച്ചയായി നിരീക്ഷിക്കും. ഇന്ത്യയിൽ അവിവാഹിതരായ ദമ്പതികളോ സുഹൃത്തുക്കളോ ഒരുമിച്ച് താമസിക്കുന്നത് തടയാൻ നിയമങ്ങളൊന്നുമില്ല. എന്നാൽ പലയിടങ്ങളിലും അത് തടയുന്നത് കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും ഹോട്ടലുകളിലാണ് ഈ രീതി കാണപ്പെടുന്നത്. അടുത്തിടെ മുംബൈയിലെ വിവിധ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും നടത്തിയ പരിശോധനയിൽ ഒരുപാട് അവിവാഹിതരായ ദമ്പതികൾ അറസ്റ്റിലായിരുന്നു. പോലീസിന്റെ ഈ നടപടിയെ മുംബൈ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കാൻ ആർക്കും അവകാശമില്ല. മുംബൈയിൽ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവെന്നാണ് കോടതി നിരീക്ഷിച്ചത്. 2019 മദ്രാസ് ഹൈക്കോടതിയും ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അവിവാഹിതരായ ദമ്പതികൾ മുറിയെടുക്കുന്നത് തടയാൻ നിയമങ്ങളില്ല. ഇത് കോടതി കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവിവാഹിതരായ ദമ്പതികൾക്ക് ഓയോ മുറികൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ഈ കേരളത്തിന് പുറത്താണ് ഇത് കൂടുതലായി എന്താ പറയുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ഉത്തർപ്രദേശ്, നോർത്ത് ഇന്ത്യയിൽ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഈ ഓയോയിൽ റൂം എടുക്കുന്നതൊക്കെ ഈ അല്ലാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പരിസരവാസികളെയും നാട്ടുകാരെയും ജനങ്ങളെയും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സംഘടനകളൊക്കെ ഓയോ കമ്പനിയുമായി സംസാരിച്ചിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാടിലേക്ക്, അതായത് ഇനി ഹോട്ടലുകൾക്ക് തീരുമാനിക്കാം, ഓയോയുമായി പാർട്ട്ണർഷിപ്പ് എടുത്തിരിക്കുന്ന ഹോട്ടലുകൾക്ക് തീരുമാനിക്കാം റൂം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ അവിവാഹിതരായവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഒരാണിനും പെണ്ണിനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഇരുവർക്കും സമ്മതമാണെങ്കിൽ ആ സ്വാതന്ത്ര്യം കോടതി അനുവദിക്കുന്നിടത്തോളം കാലം ഇത് ഏത് രീതിയിൽ ഓയോയ്ക്ക് തടയാൻ കഴിയുമെന്നുള്ളത്. ഇപ്പോൾ ഒരിടത്ത് പോയാൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഒന്നും നൽകണ്ട, ആർക്ക് വേണമെങ്കിലും റൂം എടുക്കാം എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതൊരു നല്ല തീരുമാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരു സ്ത്രീക്കും പുരുഷനും ശാരീരികമായി ബന്ധപ്പെടാൻ അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ അതിൽ മറ്റുള്ളവർ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യം വരും. പക്ഷേ അപ്പോഴും ചില സുരക്ഷാ കാരണങ്ങൾ ഓയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ കാരണങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓയോ ഈ പുതിയ നിയമത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തും. കാരണം മുംബൈ ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു നിലപാട് നേരത്തെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നിലപാട് തിരുത്താൻ തന്നെയാണ് ഓയോ തീരുമാനിക്കുന്നത് എന്നാണ് നമുക്ക് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദക്ഷിണേന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഓയോയ്ക്ക് വലിയ വരുമാന ഇടിവ് അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. ഒരുപാട് ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്.